question നോക്കാം. In the picture, the perpendiculars to the bottom line are equally spaced. Prove that continuing like this, the lengths of the perpendiculars form an arithmetic sequence. അപ്പോൾ നിങ്ങളോട് ഇവിടെ എന്താ ചോദിക്കുന്നത്? ഇവിടെ നിങ്ങളൊരു പിക്ചർ കണ്ടില്ലേ? ഈ പിക്ചറിൻ്റെ അകത്ത് നമ്മൾ മുകളിൽ നിന്ന് താഴത്തെ ഈ ബോട്ടം ലൈനിലേക്ക് പെർപെൻഡിക്കുലേഴ്സ് വരച്ചിട്ടുണ്ട്. മാത്രമല്ല ഈ പെർപെൻഡിക്കുലേഴ്സ് ഈക്വലി സ്പേസ്ഡ് ആണ്. അതായത് ഒരേ അകലം ഇടവിട്ടാണ് നമ്മൾ ഈ ബോട്ടം ലൈനിലേക്ക് പെർപെൻഡിക്കുലേഴ്സ് വരച്ചിരിക്കുന്നത്. ഒരേ അകലം ഇടവിട്ടാണ് ഈ ലംബങ്ങൾ നമ്മൾ താഴെയുള്ള ഈ വരയിലേക്ക് വരച്ചിരിക്കുന്നത്. നിങ്ങളോട് ഇവിടെ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് ഈ പെർപെൻഡിക്കുലേഴ്സ് ഇല്ലേ, ഈ പെർപെൻഡിക്കുലേഴ്സിന്റെ ലെങ്ത്തിന് നമ്മളൊരു സീക്വൻസ് ആക്കി എഴുതുകയാണെങ്കിൽ അതൊരു അരിത്തമാറ്റിക് സീക്വൻസ് ആണ് എന്ന് പ്രൂവ് ചെയ്യാനാണ് ഇവിടെ പറയുന്നത്. അതായത് ഈ ലംബങ്ങളുടെ നീളത്തെ നമ്മളൊരു ശ്രേണിയാക്കി എഴുതുകയാണെങ്കിൽ അതൊരു സമാന്തര ശ്രേണിയാണ് എന്ന് ഇവിടെ തെളിയിക്കാനാണ് പറയുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് തെളിയിക്കാൻ നമുക്ക് നോക്കാം. ആദ്യം തന്നെ നമ്മൾ എന്ത് ചെയ്യണം? ഈ ഒരു പിക്ചറിനെ ലെറ്റേഴ്സ് വെച്ച് ഡിനോട്ട് ചെയ്യണം. ഇവിടെ എക്സ് കൊടുക്കാം, ദെൻ എ ബി സി ഡി ഇ ക്യു ആർ എസ് ടി യു ഇങ്ങനെ കൊടുക്കാം. നമ്മളോട് ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട് ഈ പെർപെൻഡിക്കുലേഴ്സ് ഈക്വലി സ്പേസ്ഡ് ആണ്, അതായത് ഒരേ അകലം ഇടവിട്ടാണ് വരച്ചിരിക്കുന്നത്. അപ്പോൾ അതിൽ നമുക്കെന്ത് മനസ്സിലാക്കാം? എ ബി ഈക്വൽ ടു ബി സി ഈക്വൽ ടു സി ഡി ഈക്വൽ ടു ഡി ഇ. അപ്പോൾ നമുക്കെന്ത് എഴുതാം? ഫ്രം ദ ക്വസ്റ്റ്യൻ എ ബി ഇസ് ഈക്വൽ ടു, ചോദ്യത്തിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടി? എ ബി ഈക്വൽ ടു ബി സി ഈക്വൽ ടു സി ഡി ഈക്വൽ ടു ഡി. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ എ ബി ബി സി സി ഡി ഡി എന്നുള്ള ലൈൻസിന് പാരലായിട്ട് കുറച്ച് ലൈൻസ് വരയ്ക്കണം. അപ്പം എ ബിക്ക് പാരലായിട്ട് നമുക്ക് ഇവിടെ വരയ്ക്കാം. എ ബിക്ക് പാരലായിട്ട് ഇതാ ഇവിടെ വരയ്ക്കാം. ദെൻ ബി സിക്ക് പാരലായിട്ട് ഇതാ ഇവിടെ വരയ്ക്കാം. സി ഡിക്ക് പാരലായിട്ട് ലൈൻ ഇവിടെ വരയ്ക്കാം. ദെൻ ഡി ഇക്ക് പാരലായിട്ട് ഇതാ ഇവിടെ വരയ്ക്കാം. അപ്പോൾ നമുക്കറിയാം എ ബിക്ക് പാരലായിട്ടാണ് ഇവിടെ വരച്ചത്, ബി സിക്ക് പാരലായിട്ടാണ് ഇവിടെ വരച്ചത്, സി ഡിക്ക് പാരലായിട്ടാണ്. അപ്പോൾ പാരലായിട്ട് ലൈൻസ് വരയ്ക്കുന്ന സമയത്ത് ഈ ലൈനിൻ്റെ അതേ ലെങ്ത് തന്നെയായിരിക്കും ഈ ലൈൻ. അപ്പോൾ നമുക്ക് ലൈനിനെ ഡിനോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ പോയിന്റ്സ് ഒക്കെ ലെറ്റേഴ്സ് വെച്ച് ഡിനോട്ട് ചെയ്യാം. എങ്ങനെ കൊടുക്കാം? എം എൻ ഒ പി എന്ന് കൊടുക്കാം. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ഈ എ ബി ക്യു എമ്മിന് പാരലാണ്, അതിനർത്ഥം എ ബി ക്യു എം ഈക്വൽ ആണ്. അതുപോലെ തന്നെ ഓരോ ലൈനും പാരലായിട്ടാണ് നമ്മൾ വരച്ചത്. അപ്പോൾ ഇവയൊക്കെ എന്താ ഈക്വൽ ആയിട്ടാണ് വരിക. നമുക്ക് അതെങ്ങനെ എഴുതാം? എ ബി ഈക്വൽ ടു ക്യു എം, ദെൻ ബി സി ഈക്വൽ ടു ആർ എൻ, എന്താ സി ഡി ഈക്വൽ ടു എസ് ഒ, ദെൻ എന്താ ഡി ഇ ഈക്വൽ ടു ടി പി. അങ്ങനെ എഴുതാം. അങ്ങനെ വരാൻ കാരണം എന്താ? ബിക്കോസ് ദേ ആർ പാരലൽ. അപ്പം ഇങ്ങനെ ഒരു റിലേഷൻ നമുക്ക് എന്ത് കിട്ടി? ഈ എ ബി ഈക്വൽ ടു ക്യു എം ആണ്, ബി സി ഈക്വൽ ടു ആർ എൻ ആണ്, സി ഡി ഈക്വൽ ടു എസ് ഒ ആണ്, ഡി ഈക്വൽ ടു ടി പി ആണ്. അതിനർത്ഥം എന്താണ്? ക്യു എം ഇസ് ഈക്വൽ ടു ആർ എൻ ഇസ് ഈക്വൽ ടു എസ് ഒ ഈക്വൽ ടു ടി പി അല്ലേ? ഈ ക്യു എം ഇസ് ഈക്വൽ ടു ആർ എൻ ഇസ് ഈക്വൽ ടു എസ് ഒ ഈക്വൽ ടു ടി പി. അത് എഴുതി വെക്കാം. ക്യു എം ഇസ് ഈക്വൽ ടു ആർ എൻ ഇസ് ഈക്വൽ ടു എസ് ഒ ഈക്വൽ ടു ടി പി. ഇത് നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഈ എ ക്യു ഇല്ലേ, എ ക്യു നമ്മൾ എക്സ് വെച്ച് ഡിനോട്ട് ചെയ്യാം. എ ക്യു എന്ന് കൊടുക്കാം, എക്സ് എന്ന് കൊടുക്കാം. അപ്പോൾ എന്ത് കൊടുക്കാം? എ ക്യു ഇസ് ഈക്വൽ ടു എക്സ്. ഇനി നമ്മൾ ഇവിടെ എന്താ തെളിയിക്കാൻ പോകുന്നതെന്ന് വെച്ചാൽ ഇവിടെ നിങ്ങൾക്ക് ട്രയാങ്കിൾസ് കാണാൻ പറ്റുന്നില്ലേ? ട്രയാങ്കിൾ ക്യു എം ആർ, ട്രയാങ്കിൾ ആർ എൻ എസ്, ട്രയാങ്കിൾ എസ് ഒ ടി, ട്രയാങ്കിൾ ടി പി യു. ഈ ട്രയാങ്കിൾസ് ഒക്കെ കോൺഗ്രന്റ് ആണ് എന്ന് നമ്മൾ തെളിയിക്കണം. കോൺഗ്രന്റ് ട്രയാങ്കിൾസ്, അതായത് സമാന ത്രികോണങ്ങളാണ് ഇതെന്ന് തെളിയിക്കണം. അതെങ്ങനെയാണ് തെളിയിക്കാൻ നോക്കാം. അപ്പോൾ നമുക്ക് ഫസ്റ്റിലെ രണ്ട്
ട്രയാങ്കിൾസ്, അടുത്ത 2 ട്രയാങ്കിൾസ് എടുത്തിട്ട് നമുക്ക് അത് കോൺഗ്രന്റ് ആണെന്ന് തെളിയിക്കാം. അപ്പോൾ എന്താ, കൺസിഡർ triangles QMR and RNS. ഈ 2 ട്രയാങ്കിൾസ് എടുക്കുന്ന സമയത്ത് നമുക്കറിയാം ആംഗിൾ QMRഉം ആംഗിൾ RNSഉം 90 ഡിഗ്രി ആണ്. ഇത് രണ്ടും 90 ഡിഗ്രി ആണ്. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം, ആംഗിൾ QMR is equal to angle RNS is equal to 90 ഡിഗ്രി. ഇത് നമ്മൾ നേരത്തെ പ്രൂവ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഈ സൈഡ്സ് QM is equal to RN ആണെന്ന്. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം, QM is equal to RN. നെക്സ്റ്റ് നിങ്ങൾ നോക്കേണ്ടത് ഈ 2 ആംഗിൾസ്, ആംഗിൾ RQM ആൻഡ് ആംഗിൾ SRN. ഈ 2 ആംഗിൾസ് നിങ്ങൾ ഒരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചു, ആ ലൈനിൽ പാരലൽ ലൈൻസ് വന്ന് ഇൻസിഡന്റ് ചെയ്യുന്ന സമയത്ത് ഇവിടെ ഉണ്ടാവുന്ന ആംഗിൾസ് സെയിം ആണ്. അതായത് ഒരു നേർരേഖയിൽ സമാന്തര രേഖകൾ വന്ന് മുട്ടുന്ന സമയത്ത് അവിടെ ഉണ്ടാവുന്ന കോണുകൾ തുല്യമാണ്. അപ്പോൾ നിങ്ങൾ നോക്കി, ഇതൊരു നേർരേഖയാണ്. അവിടെ നമ്മൾ ഇത് എക്സ്റ്റെൻഡ് ചെയ്ത് വരയ്ക്കാന്ന് വിചാരിച്ചാൽ ഈ ലൈനെ എക്സ്റ്റെൻഡ് ചെയ്ത് വരയ്ക്കാം. അപ്പോൾ എന്താ, ഒരു സ്ട്രെയിറ്റ് ലൈനിൽ പാരലൽ ലൈൻസ് വന്ന് ഇൻസിഡന്റ് ചെയ്യുമ്പോൾ അവിടെ ഉണ്ടാകുന്ന ആംഗിൾസ്, അതായത് ഈ ആംഗിൾ അത് രണ്ടും സെയിം ആണ്. അപ്പോൾ ഇതേ കേസിൽ ഇവിടെ വന്നത് ഒരു സ്ട്രെയിറ്റ് ലൈൻ ആണ്, അവിടെ എന്താ പാരലൽ ലൈൻസ് വന്ന് ഇൻസിഡന്റ് ചെയ്താണ്. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം, ആംഗിൾ RQM is equal to angle SRN എന്ന് എഴുതാം. എഴുതിക്കൂടെ? ആംഗിൾ RQM is equal to angle SRN. എന്താ കാരണം, angles made by parallel lines incident on a straight line. Angles made by parallel lines incident on a straight line. അപ്പോൾ നമുക്ക് ഈ 2 ട്രയാങ്കിൾസ് കൺസിഡർ ചെയ്യുന്ന സമയത്ത് അതിലെ 1 സൈഡും ആ സൈഡിലുള്ള 2 ആംഗിൾസും ഈക്വൽ ആണെന്ന് കിട്ടി. അതായത് ഒരു വശവും ആ വശത്തിലെ 2 കോണുകളും തുല്യമാണെന്ന് കിട്ടി. അതുകൊണ്ട് ഇത് രണ്ടും എന്താ, കോൺഗ്രന്റ് ട്രയാങ്കിൾസ് ആണ്, അല്ലെങ്കിൽ എന്താ, സമാന ത്രികോണങ്ങളാണ്. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം, 1 side and the 2 angles on that sides are equal, so these 2 triangles are congruent. ഒരു വശവും ആ വശത്തിലുള്ള 2 കോണുകളും തുല്യമാണ്. അതുകൊണ്ട് ഇത് എന്താ, ഇത് രണ്ടും സമാന ത്രികോണങ്ങളാണ്. ഇത് രണ്ടും കോൺഗ്രന്റ് ആയതുകൊണ്ട് തന്നെ അതിന് കോൺഗ്രന്റ് ആയിട്ട് വരുന്ന ട്രയാങ്കിൾസ് ആണ് ഇത് ട്രയാങ്കിൾ SOTയും ട്രയാങ്കിൾ TPയും. അതുകൊണ്ട് എന്താ, ഈ 4 ട്രയാങ്കിൾസും കോൺഗ്രന്റ് ആണ്. ഈ 4 ത്രികോണങ്ങളും സമാന ത്രികോണങ്ങളാണ്. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം, triangle QMR is equal to triangle RNS is equal to triangle SOT is equal to triangle TPU. ഈ 4 ട്രയാങ്കിൾസും കോൺഗ്രന്റ് ആയതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു സൈഡ് MR എന്നുള്ളത് D എന്ന് എടുക്കുകയാണെങ്കിൽ then NS D ആണ്, then OT D ആണ്, then PU D ആണ്. കാരണം ഈ എല്ലാ സൈഡ്സും ഈക്വൽ ആണ്. സൈഡ് MR is equal to NS is equal to OT is equal to PU ആണ്. അതിനെ നമ്മൾ D വെച്ച് ഡിനോട്ട് ചെയ്തു. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം, MR is equal to NS is equal to OT is equal to PU is equal to D എന്ന് കൊടുത്തു. ഇനി നമ്മൾ പ്രൂവ് ചെയ്യാൻ പോവുകയാണ്. നമ്മൾ ഈ പെർപെൻഡിക്കുലേഴ്സിന്റെ ലെങ്ത്തിനെ നമ്മൾ സീക്വൻസ് ആക്കിയിരുന്ന സമയത്ത് അതൊരു അരിത്തമാറ്റിക് സീക്വൻസ് ഫോം ചെയ്യുന്നത്. അതായത് ഈ ലംബങ്ങളുടെ നീളത്തെ നമ്മളൊരു ശ്രേണിയാക്കി എഴുതുന്ന സമയത്ത് അതൊരു സമാന്തര ശ്രേണിയാണ് എന്ന് നമ്മൾ പ്രൂവ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ നമ്മൾ നേരത്തെ കൊടുത്തതാണ് AQ = X എന്ന് കൊടുത്തതാണ്. അപ്പോൾ AQ എന്ന് വെച്ചാൽ X ആണ്.
നമുക്ക് എങ്ങനെ എഴുതാം? AQ is equal to x. Then ഈ perpendicular BR is equal to എന്ത് എഴുതാം? AQ x ആണ്. BR നമുക്ക് എങ്ങനെ പറയാം? BM plus MR എന്ന് പറഞ്ഞൂടെ? BM plus MR. ഈ BM ഉം AQ ഉം സെയിം ലെങ്ത് ആണ്. ഇതേ ലെങ്ത് ആണ് ഇവിടെ. അപ്പൊ ഈ BM എന്ന് പറഞ്ഞാൽ x തന്നെയാണ്. അപ്പൊ നമുക്ക് BR നെ എങ്ങനെ എഴുതാം? BM plus MR, അതായത് x plus D. BR is equal to x plus D. The next ഏതാ? CS. CS is equal to CS ന് നമുക്ക് CN plus NS എന്ന് പറഞ്ഞൂടെ? CN plus NS. ഈ CN ഉം BR ഉം സെയിം ലെങ്ത് അല്ലേ? CN ഉം BR ഉം സെയിം ലെങ്ത് ആണ്. അപ്പോൾ നമുക്ക് CS നെ എങ്ങനെ പറയാം? BR plus NS എന്ന് പറയാം. BR plus NS. BR എന്ന് പറഞ്ഞാൽ എത്രയാ? X plus D ആ. NS എന്ന് പറഞ്ഞാൽ D ആണ്. അപ്പോൾ നമുക്ക് ഇങ്ങനെ എഴുതാം? X plus D plus D. എന്താ? X plus 2D. CS ന് X plus 2D കിട്ടും. ഇനി നെക്സ്റ്റ് ഏതാ? പെർപെൻഡിക്കുലർ DT. DT. DT എന്ന് പറഞ്ഞാൽ DO plus OT ആണ്. DO ന്റെ ലെങ്ത്തും CS ന്റെ ലെങ്ത്തും സെയിം ആണ്. ഈ DO CS ഉം സെയിം ലെങ്ത് ആണ്. CS എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടിയിട്ടുണ്ട്? X plus 2D എന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് DT നെ എങ്ങനെ എഴുതാം? CS plus OT എന്ന് എഴുതാം. അപ്പോൾ CS എന്ന് പറഞ്ഞാൽ X plus 2D ആണ്. X plus 2D plus D എന്ന് എഴുതാം. എന്താ? X plus 3D. അപ്പോൾ DT എന്ന് പറഞ്ഞാൽ X plus 2D plus D is equal to X plus 3D. The next ഏതാ? EU. EU. EU എന്ന് പറഞ്ഞാൽ EP plus PU ആണ്. EP യും DT യും സെയിം ലെങ്ത് ആണ്. ഇതും സെയിം ലെങ്ത് ആണ്. നമുക്ക് DT എന്ന് പറഞ്ഞാൽ X plus 3D കിട്ടിയതാണ്. അപ്പോൾ നമുക്ക് EU നെ എങ്ങനെ എഴുതാം? DT plus PU. PU എന്ന് പറഞ്ഞാൽ D ആണ്. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? X plus 3D plus D is equal to X plus 4D. അപ്പോൾ സീക്വൻസ് ആക്കി എഴുതുമ്പോൾ ഫസ്റ്റ് ടേം ഏതാ? ഫസ്റ്റ് ടേം എന്ന് പറയുന്നത് AQ ആണ്. ഫസ്റ്റത്തെ പെർപെൻഡിക്കുലർ, ആദ്യത്തെ പെർപെൻഡിക്കുലർ AQ ആണ്. അപ്പോൾ അതിന്റെ ലെങ്ത് X. ദെൻ സെക്കൻഡ് BR. BR ന്റെ ലെങ്ത് ഏതാ? X plus D. അപ്പോൾ സെക്കൻഡ് ടേം ആണ് X plus D. ദെൻ തേർഡ് ടേം എന്ന് പറയുമ്പോൾ CS ന്റെ ലെങ്ത്. CS ന്റെ ലെങ്ത് എന്താ? X plus 2D. X plus 2D. Then fourth term എന്ന് പറയുന്നത് DT ന്റെ ലെങ്ത്. DT ന്റെ ലെങ്ത് എത്രയാ? X plus 3D. Then next EU ന്റെ ലെങ്ത്. EU ന്റെ ലെങ്ത് X plus 4D. ഇനി നമുക്ക് ഇത് അരിത്തമാറ്റിക് സീക്വൻസ് ആണോ എന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇതിന്റെ നമുക്ക് ഈ സീക്വൻസിൽ ഒന്ന് മുകളിലേക്ക് ഇവിടെ മാറ്റി എഴുതാം. X plus D, X plus 2D, X plus 3D. ഇതാണ് സീക്വൻസ്. അപ്പോൾ നമുക്ക് ആദ്യം ഈ രണ്ട് ടേംസ് എടുത്തിട്ട് നോക്കാം അതിന്റെ ഡിഫറൻസ്. X plus D minus X എത്രയാ? X plus D ന്ന് X കുറച്ചാൽ എത്രയാ? X minus X 0. അപ്പം D വരും. നെക്സ്റ്റ് ഈ രണ്ട് ടേംസ് എടുത്തിട്ട് ഡിഫറൻസ് നോക്കാം. X plus 2D minus X plus D. മൈനസ് ഇടുമ്പോൾ നമ്മളിവിടെ ബ്രാക്കറ്റ് കൊടുക്കണം. അപ്പം നമുക്ക് എന്ത് എഴുതാം? X plus 2D minus X plus D. ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തായിട്ട് എഴുതാം. എങ്ങനെ? X plus 2D minus X. ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഇവിടെ മൈനസ് D ആവും. is equal to എന്താ? X minus X 0 ആയി പോകും. ഈ X ന്ന് മൈനസ് X കുറയ്ക്കുമ്പോൾ 0 ആയി പോകും. ദെൻ ബാക്കിയുള്ള ടേംസ് ഏതാ? 2D യും മൈനസ് D യും. 2D മൈനസ് D എന്താ? D. ഇവിടെ നമുക്ക് ഡിഫറൻസ് D കിട്ടി. ദെൻ നെക്സ്റ്റ് എന്താ? ഈ രണ്ട് ടേംസ് എടുത്ത് നോക്കാം. X plus 3D minus X plus 2D. നമ്മൾ ബ്രാക്കറ്റ് ഇടണം. അങ്ങനെ എഴുതാം. X plus 3D minus X minus 2D ആവും. is equal to ഈ X ന്ന്
എക്സ് കുറയ്ക്കുന്ന സമയത്ത് അത് 0 ആയി പോകും. ദെൻ ബാക്കിയുള്ള ടേംസ് ഏതാ? 3d യും മൈനസ് 2d. 3d മൈനസ് 2d എത്രയാ? d. ഡിഫറൻസ് എത്ര കിട്ടി? d. അപ്പോൾ നമുക്ക് ഏത് രണ്ട് ടേംസ് എടുത്ത് നോക്കുകയാണെങ്കിലും അതിൻ്റെ ഡിഫറൻസ് d ആക്കി കിട്ടി. അതൊരു കോൺസ്റ്റന്റ് നമ്പർ ആണ്. അതായത് ഈ സീക്വൻസിന്റെ കോമൺ ഡിഫറൻസ് നമുക്ക് എന്ത് കിട്ടി? d ആക്കി കിട്ടി. അതിനർത്ഥം ഇതൊരു അരിത്തമാറ്റിക് സീക്വൻസ് അല്ലെങ്കിൽ സമാന്തര ശ്രേണിയാണ്. കാരണം എന്താ? ഈ സീക്വൻസിന് നമുക്ക് കോൺസ്റ്റന്റ് ആയിട്ടുള്ള ഒരു ഡിഫറൻസ് കിട്ടിയിട്ടുണ്ട്. അതായത് ഇതിന്റെ കോമൺ ഡിഫറൻസ് നമുക്ക് d എന്ന ടേം നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് ഇതൊരു എന്താ സമാന്തര ശ്രേണിയാണ് അല്ലെങ്കിൽ ഇതൊരു അരിത്തമാറ്റിക് സീക്വൻസ് ആണ്. മനസ്സിലായില്ലേ? അപ്പോൾ നമുക്ക് 6th ക്വസ്റ്റ്യൻ നോക്കാം. The algebraic expression of a sequence is xn is equal to n cube minus 6n square plus 13n minus 7. Is it an arithmetic sequence? അപ്പോൾ ഈ ക്വസ്റ്റ്യൻ എന്താ ചോദിക്കുന്നത് വെച്ചാൽ ഒരു സീക്വൻസിന്റെ ആൾജിബ്രിക് എക്സ്പ്രഷൻ ആണ്, അതായത് ബീജഗണിത രൂപമാണ്. xn is equal to n cube minus 6n square plus 13n minus 7. ഈ ഒരു സീക്വൻസ് ഒരു അരിത്തമാറ്റിക് സീക്വൻസ് ആണോ, ഒരു സമാന്തര ശ്രേണി ആണോ എന്നാണ് നിങ്ങളോട് ചോദിക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഈ ആൽജിബ്രിക് എക്സ്പ്രഷൻ ബീജഗണിത രൂപം ഇവിടെ എഴുതാം. സീക്വൻസിന്റെ xn is equal to n cube minus 6n square plus 13n minus 7. ഇനി നമുക്ക് എന്ത് ചെയ്യണം? ഈ സീക്വൻസിലെ ഓരോ ടേം ആയിട്ട് കണ്ടെത്തണം. ഫസ്റ്റ് ടേം, സെക്കൻഡ് ടേം, തേർഡ് ടേം, അങ്ങനെ സീക്വൻസിലെ ടേംസ് കണ്ടെത്തണം. അപ്പം ഫസ്റ്റ് ടേം എങ്ങനെയാണ്? എന്നിട്ട് വരെ നമ്മൾ 1 ഇട്ട് കൊടുക്കുക. x1 is equal to 1 cube minus 6 into 1 square plus 13 into 1 minus 7. 1 cube എത്രയാ? 1 minus 6 into 1 square 6 plus 13 into 1 13 minus 7. ഇത് ചെയ്താൽ നമുക്ക് എന്ത് വരും? ആദ്യം പോസിറ്റീവ് ടേംസ് ആഡ് ചെയ്യാം, then നെഗറ്റീവ് ടേംസ് ആഡ് ചെയ്യാം. പോസിറ്റീവ് ടേംസ് ഏതാ? 1 and 13. 1 plus 13 14. എന്താ ചെയ്യേണ്ടത്? minus 6 minus 7 എത്ര വരിക? minus 13. 14 minus 13 1. അപ്പോൾ ഈ സീക്വൻസിലെ ഫസ്റ്റ് ടേം ആണ് 1. ഇനി നമുക്ക് സെക്കൻഡ് ടേം കണ്ടെത്താം. x2. എന്നിന് പകരം നമ്മൾ 2 ഇട്ട് കൊടുക്കണം. അപ്പോൾ എന്ത് ചെയ്യണം? 2 cube minus 6 into 2 square plus 13 into 2 minus 7. 2 cube എത്രയാ? 2 cube എന്ന് പറയുമ്പോൾ 2 into 2 into 2. 2 into 2 4, 4 into 8. 8 minus 6 into 2 square. 2 square 4 ആണ്. 6 into 4 24. Plus 13 into 2 എത്രയാ? 26. Minus 7 എത്രയാ? ആദ്യം പോസിറ്റീവ് ടേംസ് ആഡ് ചെയ്യുക, then നെഗറ്റീവ് ടേംസ്. പോസിറ്റീവ് ടേംസ് ഏതാ? 8 plus 26 എത്രയാ? 34. Then minus 24 minus 7 ചെയ്യുമ്പോൾ നമുക്ക് minus 31 വരും. 34 minus 31 എത്രയാ? 3. അപ്പോൾ നമുക്ക് ഈ സീക്വൻസിലെ സെക്കൻഡ് ടേം 3 എന്ന് കിട്ടി. ഇനി തേർഡ് ടേം കണ്ടെത്താം. x3. എന്നിന് പകരം നമ്മൾ 3 ഇട്ട് കൊടുക്കണം. എങ്ങനെയാ? 3 cube minus 6 into 3 square plus 13 into 3 minus 7. 3 cube എങ്ങനെയാണ്? 3 into 3 9. 9 into 3 27. Minus 6 into 3 square. 3 square എന്ന് പറയുന്നത് 9 ആണ്. 6 into 9 54. Plus 13 into 3. 13 into 3 എന്ന് പറയുന്നത് 39. Minus 7. അപ്പോൾ ആദ്യം നമുക്ക് പോസിറ്റീവ് ടേംസ് ആഡ് ചെയ്യാം. 27 plus 39 ചെയ്യുമ്പോൾ നമുക്ക് 66 കിട്ടും. എന്താ? minus 54 minus 7 ചെയ്യുമ്പോൾ നമുക്ക് minus 61 വരും. അപ്പോൾ നമ്മൾ 66 minus 61 എത്രയാ? 5. അപ്പോൾ സീക്വൻസിലെ തേർഡ് ടേം നമുക്ക് കിട്ടി. തേർഡ് ടേം ആണ് 5. ഇനി നമുക്ക് ഫോർത്ത് ടേം നോക്കാം. എന്നിന് പകരം നമുക്ക് 4 ഇട്ട് കൊടുക്കാം. x4 is equal to 4 cube minus 6 into 4 square plus 13 into 4 minus 7. 4 cube എത്രയാ? 4 into 4 16. 16 into 4 64. Minus 6 into 4 square. 4 square 16 ആണ്. 16 into 6 96.
minus 96 plus 13 into 4. 13 into 4, 52 minus 7. ഇത് ചെയ്യുന്ന സമയത്ത് ആദ്യം 64 plus 52 ചെയ്യുമ്പോൾ നമുക്ക് 116 വരും. Then minus 96 minus 7 എന്ന് പറയുന്നത് minus 103. 116 minus 103, 13. നമുക്ക് ഈ സീക്വൻസിൽ 4 ടേംസ് കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് സീക്വൻസ് ആക്കി എഴുതി നോക്കാം. അതിനുശേഷം ഇത് അരിത്തമാറ്റിക് സീക്വൻസ് ആണോ നമുക്ക് ചെക്ക് ചെയ്യാം. ഫസ്റ്റ് ടേം 1, then സെക്കൻഡ് ടേം നമുക്ക് കിട്ടിയ 3 ആണ്, തേർഡ് ടേം 5, ഫോർത്ത് ടേം 13. ഇനി കോൺസിക്യൂട്ടീവ് ടേംസിന്റെ ഡിഫറൻസ് സെയിം ആയിട്ടാണോ വരുന്നത് നോക്കാം. അടുത്തടുത്തുള്ള സംഖ്യകളുടെ വ്യത്യാസം ഒരേ സംഖ്യയാണോ കിട്ടുന്നത് നോക്കാം. അപ്പോൾ ആദ്യം നമുക്ക് 1 ഉം 3 എടുക്കാം. 3 minus 1, 2. Then 5 and 3. 5 minus 3, 2. Then 13 and 5. 13 minus 5, 8. അപ്പം ഇവിടെ കോൺസിക്യൂട്ടീവ് ടേംസ് തമ്മിലുള്ള ഡിഫറൻസ് കോൺസ്റ്റന്റ് ടേം അല്ല കിട്ടുന്നത്. അതായത് അടുത്തടുത്തുള്ള സംഖ്യകൾ തമ്മിലുള്ള വ്യത്യാസം ഒരേ സംഖ്യയല്ല കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ ഇതൊരു സമാന്തര ശ്രേണി അല്ല. The difference between any two consecutive terms in this sequence is not a constant number, so this is not an arithmetic sequence.